ഹലോ ഗായ്സ്, അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ വീട്ടിൽ ഓഫ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചു കേട്ടോ. ചോറിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പേരിയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമാണ് ഒന്ന് ആസ്വദിച്ച് ഫുഡ് കഴിച്ച്. ഒന്നാമത് കൊള്ളുപ്പേരിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാത്രമൊക്കെ കഴുകാമെന്ന് വെച്ചു. കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ തൊട്ടവീട്ടിലെ അമ്മ എന്നെ നോക്കി സംസാരിക്കണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളത് സംസാരിച്ചു. പിന്നെ കുറച്ച് തുണി അലക്കാൻ ഉണ്ടായിരുന്നു. അധികമൊന്നുമില്ല, അച്ഛൻ്റെ 2 ഷർട്ടും മുണ്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതലക്കിയിട്ടു. കുറേ ദിവസമായില്ലേ ലീവ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെയാണ് അന്ന് ചെയ്തത്. പിന്നെ കുറേ ദിവസമായി വീടിൻ്റെ മുറ്റത്ത് ഒരു വള്ളിപ്പടർപ്പുണ്ടായിരുന്നു, അവരക്കയുടെ. അതിൽ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവരൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ അതിലൊന്നും ഉണ്ടായിരുന്നില്ല, അവരൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നേരം നോക്കി സങ്കടത്തോടെയാണ് ഗൈസ് തിരിച്ച് വന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറേ ദിവസത്തിന് ശേഷം ഒരു മുല്ല മൊട്ടിട്ടിരിക്കുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പൂന്തോട്ടമൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതും കുറച്ച് നേരം നോക്കി. പിന്നെ കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ ലീവുള്ള ദിവസം ഒന്ന് താളിയിട്ട് കുളിക്കണമെന്ന്. അപ്പം ഞാനെന്ത് വിചാരിച്ചു, കുറച്ച് ചെമ്പരത്തി താളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൻ്റെ മുറത്ത് കുറച്ച് ചെമ്പരത്തി പൂ ഉണ്ടായിരുന്നു, അതും വിരിച്ച് കുറച്ച് ചെമ്പരത്തി താളി അരച്ചു. പിന്നെ ചെമ്പരത്തി താളി മിക്സിയിലൊന്നും അല്ല കേട്ടോ അരയ്ക്കുക, നമ്മുടെ സാധാരണ അലക്കുകല്ലില്ലേ അവിടെ കൊണ്ടുപോയിട്ട് അരയ്ക്കുക. സത്യം പറഞ്ഞാൽ മിക്സിയിലിട്ട് അരച്ചിട്ട് പിന്നെ നമ്മൾ ആ മിക്സി യൂസ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് വെച്ചു, അലക്കുകല്ലിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം നല്ല കൈ കൊണ്ട് തന്നെ ഉരച്ച് അതിൻ്റെ നീരങ്ങനെ പിഴിഞ്ഞെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു പൂവുണ്ടായിരുന്നു വീട്ടിൽ, അതിന് കോഴിച്ചൂട്ടെന്ന് അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നു. ആ പൂവിനൊക്കെ കണ്ട് കുറച്ച് നേരം കളിപ്പിക്കാൻ മീൻസ് ആസ്വദിച്ച് മണമൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു മണമില്ല ഗൈസ്. പിന്നെ കുറച്ച് വിറകൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അമ്മ വരുമ്പോഴേക്കും വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണമല്ലോ. അങ്ങനെ കുറച്ച് പട്ടത്തണ്ടും ചിരട്ടയും ചകിരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. അമ്മയ്ക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടി ഒരേ കരച്ചിലായിരുന്നു. കുട്ടീനും ഞാനിപ്പോൾ വലിയ മെയിനില്ല എന്നാണ് അമ്മ പറയണത്. അപ്പോൾ അതിന് കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. അവൻ സൂപ്പറാണ്. എന്നെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കണ്ടില്ല പറഞ്ഞാൽ അവൻ കരഞ്ഞ് നിലവിളിക്കും. പിന്നെ ഒരു 4-4:30 ചായ വെക്കാൻ പോയിട്ടോ. അമ്മ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചായയൊക്കെ വെച്ചു. സാധാരണ കട്ടൻ കാപ്പിയാണ് കുടിക്കാറ്, പക്ഷേ ഞങ്ങൾ അധികം ചായയാക്കി ഇപ്പോൾ. അത് കഴിഞ്ഞ് ചായയൊക്കെ നല്ല തിളച്ചു ഗൈസ്. പിന്നെ അമ്മ കുറച്ച് പക്കോടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചായ കുടിച്ചു. അപ്പോൾ ചായ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ചായ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.